ഹായ് ഓൾ. നമ്മൾ HSN കോഡിനകത്ത് കാണിക്കുന്ന സമയത്ത് ഒരു എറർ വന്നിട്ടുണ്ടായിരുന്നു GST സൈറ്റിനകത്ത്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ B2B കാണിക്കുന്ന സമയത്ത് നമുക്കറിയാം, B2B കാണിക്കുമ്പോൾ HSN കാണിക്കൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് B2B സെയിൽ ഇല്ലാത്ത ഒരു സമയത്ത് കൂടി HSN ഇവിടെ നിർബന്ധമായിട്ടും കാണിക്കേണ്ട ഒരു അവസ്ഥ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഇത് നമ്മുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് അല്ല, ഇത് സൈറ്റ് എററാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു B2C സപ്ലൈ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നിൽ റേറ്റഡ് സപ്ലൈയും ഇവിടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു നിൽ റേറ്റഡ് സപ്ലൈ കാണിച്ചിട്ടുണ്ട്, എക്സംപ്റ്റഡ് സപ്ലൈ ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്കിവിടെ കാണാം, ഇവിടെ എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു B2C സപ്ലൈയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഡോക്യുമെന്റ്സും ഒക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഫയൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ജനറേറ്റ് സമ്മറി ഇവിടെ കൊടുത്തു, ഇവിടെ ഓക്കെ സക്സസ്ഫുൾ ആണ്, റിസീവ്ഡ് ആണ്. ഇനി റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ കാണാം എറർ HSN വൈസ് B2B സപ്ലൈ ആർ നോട്ട് റിപ്പോർട്ടഡ് ഇൻ ടേബിൾ 12. ഈ 12 HSN കാണിക്കേണ്ട അവിടെ എന്ത് ചെയ്തിട്ടില്ല, B2B സപ്ലൈയുടെ HSN കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കാണിക്കാനായിട്ട് നമുക്ക് B2B സപ്ലൈയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ക്ലിയർ? അപ്പം ഇല്ലാത്തൊരു സപ്ലൈന്റെ പുറത്ത് ഒരു HSN കോഡ് കാണിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതാണ് അപ്പോൾ ഇവിടെ തികച്ചും ഇതൊരു സൈറ്റിന്റെ എററാണ്. അപ്പോൾ ഇതുവരെ ഇത് ശരിയായിട്ടില്ല. 11-ാം തീയതി വരെ നമുക്ക് നോക്കി നോക്കാം. ഇനി 11-ാം തീയതി സമയമാവുന്ന സമയത്തും ഇത് ശരിയായിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ ഫയൽ ചെയ്യുന്ന സമയത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ HSN ടേബിൾ ഓപ്പൺ ചെയ്ത് അതിനകത്തൊരു ഡമ്മി ഡാറ്റ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡമ്മി ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ സെയിൽ ചെയ്ത ഐറ്റം ഒരു നിൽ റേറ്റഡിനകത്ത് എന്താണോ കാണിച്ചിട്ടുള്ളത്, ഒരു HSN കോഡ് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ ക്വാണ്ടിറ്റി ഒന്ന് അടിച്ചു കൊടുക്കുക. ടാക്സബിൾ വാല്യൂ ആയിട്ട് ജസ്റ്റ് ഒക്കെ 0 അല്ലെങ്കിൽ അതിട്ട് പോവുക. then എന്ത് ചെയ്യുക, ഇതൊക്കെ 0 കൊടുക്കുക, ടാക്സ് എമൗണ്ട് ഒക്കെ 0 ആയിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് 0 കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്കിത് HSN സേവ് ചെയ്ത് പോകാം. ഒരു ഡമ്മി ഡാറ്റ നമ്മൾ അപ്പോൾ അവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് ഫയൽ ചെയ്ത് നോക്കി വെക്കാം. ഇവിടെ ഇപ്പോൾ HSN ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജനറേറ്റ് സമ്മറി കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്. റീഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കും, എസ് കൊടുത്ത് പോവാം. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എറർ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഡമ്മി HSN ക്രിയേറ്റ് ചെയ്തപ്പോൾ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റീഫ്രഷ് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ടു ഫയൽ കൊടുത്ത് ഫയൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണ് ആ ഒരു എറർ ഇപ്പോഴും അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു എറർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡമ്മി HSN അവിടെ ഡാറ്റ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫയൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എറർ കാണിക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു PDF ഉണ്ടാക്കി വെക്കുക. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുകൊണ്ട് കാണിച്ചുകൊണ്ടുള്ളൊരു HSNൻ്റെയും അതുപോലെ തന്നെ ഇതിനകത്ത് എറർ കാണിക്കുന്നതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂഫായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന എറർ കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഓപ്ഷനുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ.